അങ്ങനെ ഇന്ന് നടന്നിട്ടുണ്ടായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മുംബൈ സിറ്റി എഫ് സിക്കെതിരെ ആയിട്ടുണ്ടായിരുന്ന ഗ്രൂപ്പ് സ്റ്റേജ് ഡിയിലെ അവസാന മത്സരം, അതായത് ആരാവും ഗ്രൂപ്പ് ചാമ്പ്യന്മാർ എന്ന് നിർണ്ണയിക്കുന്ന അതിക്രൂഷ്യലായിട്ടുള്ള ആ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെട്ടിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതത്ര പുതുമയുള്ള ഒരു കാര്യമൊന്നുമല്ല. കാരണം പലപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റുകൊണ്ട് പല ടൂർണമെൻറ്റുകളിൽ നിന്നും പുറത്താകുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അതുതന്നെയാണ് ഇവിടെയും നടന്നിട്ടുള്ളത്. ഈ ഒരു മത്സരത്തെ കംപ്ലീറ്റ്ലി അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പലപ്പോഴായി കാണുവാനായിട്ട് സാധിക്കും, സ്റ്റാർട്ടിംഗ് 11 പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഒരു വലിയൊരു മണ്ടത്തരം ബ്ലാസ്റ്റേഴ്സ് ടീം നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് കോച്ചിൻ്റെ ഭാഗത്ത് തന്നെ ഒരു മോശമായ തീരുമാനമാണ് ആദ്യം തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു വിന്നിങ് 11 ആദ്യത്തെ 2 മത്സരത്തിലും കളിച്ച് അല്ലെങ്കിൽ നല്ലൊരു ഫ്ലെക്സിബിലിറ്റി കിട്ടിയ ഒരു വിന്നിങ് 11 ഉണ്ടായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് ആ ഒരു 11 ഇറക്കാതെ 6 വിദേശ താരങ്ങളെയും ഒരുമിച്ച് ഇറക്കിക്കൊണ്ട് അതായത് ഫോറിൻ പ്ലെയേഴ്സിന് കൂടുതൽ പ്രയോറിറ്റി നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ ഫോറിൻ പ്ലെയേഴ്സിന് മാത്രമായി കൊണ്ട് അവരെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് പോലും വെക്കാതെ ഒരു വലിയൊരു മണ്ടത്തരം ആദ്യം തന്നെ കോച്ച് ഡേവിഡ് കെറ്റാല ലൈനപ്പിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനം എന്ന പോലെ തന്നെ മത്സരത്തിൽ തുടക്കം മുതലേ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് പലപ്പോഴും നല്ലൊരു ഒത്തൊരുമയില്ലാതെ തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അതിനെല്ലാം പുറമെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കുവാനായിട്ട് സാധിക്കുമായിരുന്നു എന്ന് എടുത്ത് പറയേണ്ടതാണ്. കാരണം ഒരു 87-ാം മിനിറ്റ് വരെ ഒരു സമനിലയിൽ, അതായത് ഗോൾ രഹിത സമനിലയിൽ സഞ്ചരിച്ചിരുന്ന ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഡിഫൻസിൽ പറ്റിയ ഒരു എറർ, അതായത് സഹീഫും ഫ്രെഡിയും തമ്മിലുണ്ടായിട്ടുണ്ടായിരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ എററിൻ്റെ ഭാഗമായിട്ടായിരുന്നു ആ ഒരു ഗോള് ബ്ലാസ്റ്റേഴ്സിന് കൺസീഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു ഓൺ ഗോളിൻ്റെ ബലത്തിലാണ് നിലവിൽ മുംബൈ സിറ്റി എഫ് സി ജയിച്ചിട്ടുള്ളത്. എങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിൻ്റെ അല്ലെങ്കിൽ ഒരു മിഡ്ഫീൽഡേഴ്സിൻ്റെ അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിൻ്റെ വ്യക്തത തന്നെയാണ് ഈ ഒരു മത്സരത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ആദ്യം തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് നടത്തിയൊരു മണ്ടത്തരവും, പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്ന അഡ്രിയാൻ ലൂണയും അദ്ദേഹം നേരത്തെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പകരം ഡാനിഷ് ഫാറൂഖിനെ ആയിരുന്നു ഇറക്കിയിട്ടുണ്ടായിരുന്നത്. പോരാത്തതിന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു മത്സരത്തിൽ ഇവാൻ റോഡ്രിഗസ് എന്ന് പറയുന്ന താരം അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം പലപ്പോഴും ഡിഫൻസിൽ ബോക്സിൽ വരുന്ന പല ക്രൂഷ്യൽ സിറ്റുവേഷൻസും അല്ലെങ്കിൽ ഡേഞ്ചറസ് സിറ്റുവേഷനും അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിൽ അദ്ദേഹം ക്ലിയർ ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. സോ അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച പ്രകടനം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. എങ്കിൽ പോലും ഒരു ടീം എന്ന നിലയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആർക്കും തന്നെ ഒരു മികച്ച പ്രകടനം ഇന്നത്തെ മത്സരത്തിൽ കാഴ്ചവെക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. നോഹ സദോയ്ക്കാവട്ടെ അല്ലെങ്കിൽ അഡ്രിയാൻ ലൂണ, അദ്ദേഹം ആദ്യം നല്ലൊരു ത്രൂ ബോൾ തിയാഗോ ആൽവസിന് നൽകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. ആ ഒരു ചാൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു ഓപ്പൺ ചാൻസ് അല്ലെങ്കിൽ നല്ലൊരു ക്രിയേറ്റീവായിട്ടുള്ള പാസൊക്കെ അല്ലെങ്കിൽ ചാൻസൊക്കെ ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം പോലും സംശയമാണ്. ഈ ഒരു മത്സരത്തിൽ കാര്യം വെച്ച് നോക്കുന്ന സമയത്ത് ഇനി ISL വരുവാനായിട്ടിരിക്കുകയാണ്. ISLൻ്റെ ടെൻഡറിന് വേണ്ടിയുള്ള പ്രോസസ്സുകൾ നടക്കുകയാണ്. സോ അതിനാൽ തന്നെ ഇനി ഒരു വലിയ ഗ്യാപ്പ് തന്നെ വരുന്നതായിരിക്കും. അതിനെല്ലാം പുറമെ കേരള ബ്ലാസ്റ്റേഴ്സിന് സുഖമായി തന്നെ ആദ്യത്തെ 2 മത്സരവും ജയിച്ച് വളരെ നല്ല ഫോമിൽ നിന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് കയ്യെത്തും ദൂരത്ത് നിന്ന ഒരു സെമി ഫൈനലാണ് നിലവിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. സോ അതിനാൽ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ഥിരമുള്ള ഒരു കാഴ്ച, അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ടീമിനെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായി നമ്മളെല്ലാവരും ഒരു ആരാധകൻ എന്ന നിലയിൽ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന പുറത്താവൽ തന്നെയാണിതും. എങ്കിൽ പോലും ഉറപ്പായും ഒരു സെമി ഉറപ്പിച്ചെടുത്ത് നിന്ന് ബ്ലാസ്റ്റേഴ്സിന് ഒരു സമനിലയിൽ മാത്രം മതിയായിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നും നിലവിൽ ബ്ലാസ്റ്റേഴ്സ് പുറത്തായിരിക്കുകയാണ്. അതിനെല്ലാം പുറമെ കേരള ബ്ലാസ്റ്റേഴ്സിനും മുംബൈ സിറ്റി എഫ് സിക്കും 6 പോയിൻ്റ് വെച്ചാണ് ഉള്ളത്. എങ്കിൽ പോലും നിലവിൽ ഇവർ തമ്മിലുള്ള ഹെഡ് ടു ഹെഡ് മത്സരത്തിൽ ജയിച്ചിട്ടുള്ളത് നിലവിൽ മുംബൈ സിറ്റി എഫ് സി ആണ്, അതും 1 ഗോളിൻ്റെ ആധിപത്യത്തിൽ. അതിനാൽ തന്നെ ഒരു ഗോൾ ഡിഫറൻസ് കൺസിഡർ ചെയ്യാത്ത സാഹചര്യമാണ്. കാരണം 2 പേർക്കും 3 ഗോളിൻ്റെ ഗോൾ ഡിഫറൻസ് ആണ് ഉള്ളത്. അപ്പോൾ തന്നെ അടുത്തതായിട്ട് കൺസിഡർ ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് തന്നെ ഹെഡ് ടു ഹെഡ് ആണ്. സോ ആ ഒരു ഹെഡ് ടു ഹെഡിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടതിനാലാണ് നിലവിൽ മുംബൈ സിറ്റി എഫ് സിക്ക് അവർക്ക് സെമി ഫൈനൽ ലഭിച്ചിരിക്കുന്നത്. സോ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മോശമായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ദയനീയമായിട്ടുള്ളൊരവസ്ഥ എന്ന് വേണമെങ്കിൽ പറയുവാനായിട്ട് സാധിക്കും.